Tereyilakam, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. വീറും വാശിയും നിറഞ്ഞ 1.5 മാസത്തെ പ്രചാരണവും ആവേശം നിറഞ്ഞ കുട്ടിക്കാലാശവും പൂർണ്ണമായി. അത്ര തന്നെ സജീവമായിരുന്നു ഇന്നത്തെ നിശബ്ദ പ്രചാരണവും. ഇനി ജനം വിധിയെഴുതാൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരയിളക്കം പരിശോധിക്കുന്നത് എങ്ങനെയാണ് വിധി എഴുതാനൊരുങ്ങുമ്പോൾ കേരളത്തിലെ വോട്ടർമാരുടെ പൾസ് എന്നത് തന്നെയാണ്. തിരയിളക്കത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വിധിയെഴുതാൻ സംസ്ഥാനമൊരുങ്ങി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ. ഒരുക്കങ്ങൾ പൂർണ്ണം. സുരക്ഷയ്ക്ക് കേന്ദ്രസേനയും. സമഗ്ര കവറേജുമായി ന്യൂസ് 18. ഓരോ പോളിംഗ് ബൂത്തിലെയും തത്സമയ വിവരങ്ങളുമായി ന്യൂസ് 18 കേരളം. നാളെ രാവിലെ 6 മുതൽ തത്സമയം. സ്ഥാനാർത്ഥികളുടെ വാക്പോര് തുടർന്നു. ശശി തരൂരിനേത് മൂന്നാം കിട രാഷ്ട്രീയമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തരൂരിന് വോട്ട് ചോർച്ചയുണ്ടാകുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ. തൃശൂരിൽ മത്സരം UDF-ഉം BJP-യും തമ്മിലെന്ന് കെ മുരളീധരൻ. BJP കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്ന് VS സുനിൽകുമാർ. പ്രമുഖരെ സന്ദർശിച്ച് സുരേഷ് ഗോപി. പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? BJP-യിൽ ചേരാനിരുന്ന CPM നേതാവ് EP ജയരാജനെന്ന് ശോഭാ സുരേന്ദ്രൻ. കെ സുധാകരൻ BJP-യിൽ പോകാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് ദലാൽ നന്ദകുമാർ. EP ജയരാജന് ഗവർണർ സ്ഥാനം പറഞ്ഞുറപ്പിച്ചതാണെന്ന് കെ സുധാകരൻ. ഈ നാട്ടിലെ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ? അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്. ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക. പത്തനംതിട്ട പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്നതിൽ നടപടി. LD ക്ലർക്കിന് സസ്പെൻഷൻ. കെ രാധാകൃഷ്ണന് അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് UDF. ആക്രമണത്തിന് ശ്രമമെന്ന് രമ്യ ഹരിദാസ്. പ്രചാരണ ബോർഡുകൾ അഴിച്ചുമാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് CPM. വയനാട്ടിൽ ഭക്ഷ്യ കിറ്റ് വിവാദം. എത്തിച്ചത് BJP എന്ന് UDF-ഉം LDF-ഉം. വിശ്വാസിയുടെ വഴിപാടെന്ന് കെ സുരേന്ദ്രൻ. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് ആനി രാജ. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP അധ്യക്ഷന് നോട്ടീസ്. തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണം. രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന് കമ്മീഷൻ. രാഹുൽ ഗാന്ധിക്കും നോട്ടീസ്. വിധി എഴുതാനൊരുങ്ങി കേരളം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. എങ്ങനെയായിരുന്നു നിശബ്ദ പ്രചാരണം സജീവമായിരുന്നത് എന്ന് ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവർ MLA-ക്കെതിരെ അന്വേഷണം നടത്തി കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. നാട്ടുകൽ SHO-ക്കാണ് മണ്ണാർക്കാട് കോടതി നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, എന്ത് നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്? എത്ര സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ളതാണ്? കേസെടുക്കാൻ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കൂടിയാണ് നിർദ്ദേശം? അപർണ, രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് PV അൻവർ MLA-ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കേസെടുക്കാൻ മണ്ണാർക്കാട് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കോടതിയുടെ
കോടതി ഉത്തരവ് വന്നിട്ടുള്ളത്. എന്നാലും നമുക്കറിയാം, കഴിഞ്ഞ 22-നാണ് PV അൻവർ MLA പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് വെച്ചാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം എന്ന് നമുക്ക് പറയുന്നതിൽ അപ്പുറത്തേക്ക് രൂക്ഷമായ ഭാഷയിലുള്ള അധിക്ഷേപവുമായി രംഗത്തിറങ്ങിയത്. അതായത് രാഹുൽ ഗാന്ധിയുടെ DNA-യിൽ പോലും സംശയമുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പിതൃത്വത്തിൽ പോലും സംശയമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഗാന്ധി എന്ന പേരിനെ പോലും അർഹനല്ല, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ താൻ രാഹുൽ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, നെഹ്റു കുടുംബത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരാൾ ജനിച്ചു എന്നതുൾപ്പെടെ വളരെ മോശമായതും മ്ലേച്ഛമായ ഭാഷയിലായിരുന്നു PV അൻവർ MLA-യുടെ പരാമർശം. ഇതിനെതിരെയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് മണ്ണാർക്കാട് കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നാട്ടുകലുള്ള പോലീസ് സ്റ്റേഷനിലെ CI-ക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. എന്തായാലും അന്വേഷണം നടത്തി അൻവർ പറഞ്ഞതിൽ അധിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ PV അൻവറിനെതിരെ കേസെടുക്കാൻ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. എസ് വിനേഷ് കുമാർ, ഏതായാലും അൻവറിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് ഇന്ന് കൂടി PV അൻവർ ആവർത്തിച്ചിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ പോകുവാൻ. ഇത്തരത്തിൽ കേരളത്തിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എന്നും അൻവർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കുക തന്നെ ചെയ്യും. അതാ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. കണ്ണൂരിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് RSS എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ നിലവാരം കേരളത്തിലെ ജനങ്ങൾ കണ്ടു. നെഹ്റു കുടുംബത്തിൽ അത് കാണൂല. അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന തായ്ലൻഡ് വഴി പട്ടായ വഴി വന്നിട്ട് കേരളത്തിൽ വന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല ഈ പറയുന്ന സഖാവ് പിണറായി വിജയൻ. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ വഞ്ചനയാണ് നാളെ നമ്മൾ കാണുമെന്ന് പറഞ്ഞത്. നാളെ വോട്ടിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് അയോധ്യയിലേക്കാണ്. അത് കേരളത്തിലെ ജനം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കൊടിയും ബോർഡും എല്ലാം എടുത്തു വെച്ച് രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു തിരിച്ചടി ഇവിടെ ഉണ്ടാകും. ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകി നിൽക്കുകയായിരുന്നു ഇന്നത്തെ നിശബ്ദ പ്രചാരണം. 1.5 മാസം നീണ്ട പ്രചാരണത്തിലൊടുവിലാണ് സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇന്ന് അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനായുള്ള ശ്രമത്തിൽ കൂടിയായിരുന്നു മുന്നണികൾ. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2.77 കോടി വോട്ടർമാരാണ് നാളെ വിധിയെഴുതുക. പോളിംഗ് സാമഗ്രികൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തു. ഞങ്ങളുടെ പ്രതിനിധികൾ തെക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ചേരുമ്പോൾ ആദ്യം തെക്കൻ കേരളത്തിൽ നിന്ന് VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ആരോപണങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. വീണ്ടും സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉള്ള വിമർശനങ്ങൾ സജീവമായി ഉന്നയിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് കണ്ടത്. അതിനിടയിൽ എത്രത്തോളം സജ്ജമായിരിക്കുന്നു നാളെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ? ഏത് രീതിയിലായിരുന്നു നിശബ്ദ പ്രചാരണം പൂർണ്ണമായത്? വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും. നിശബ്ദ പ്രചരണ ദിവസവും തെക്കൻ കേരളത്തിൽ സജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗം. വാശിയേറിയ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെക്കൻ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും സ്ഥാനാർത്ഥികൾ നിറഞ്ഞു നിന്നു. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ഇന്ന് ആദ്യം പ്രസ്താവനകളുമായി രംഗത്ത് വന്നത്. UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ വോട്ട് ചോർച്ചയുണ്ടാകും, മധ്യവർഗം അദ്ദേഹത്തെ കൈവിട്ടു. ഇവിടെ പോരാട്ടം ഇടതുമുന്നണിയും BJP തമ്മിലുള്ള സൂചനയും പന്ന്യൻ രവീന്ദ്രൻ നൽകി. അതായത് ശശി തരൂർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന ഒരു നിലപാടാണ്, വിലയിരുത്തലാണ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയത്. മറുപടിയുമായി ശശി തരൂറും കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി. രാജീവ് ചന്ദ്രശേഖർ രണ്ട് മുന്നണികൾക്കെതിരെയും വലിയ വിമർശനം ഉന്നയിച്ച് ഇന്നും പ്രസ്താവനകളുമായി നിറഞ്ഞു നിന്നു. അദ്ദേഹം പറയുന്നത് ഉറപ്പായും NDA സ്ഥാനാർത്ഥിയുടെ വിജയിക്കും, ഇത്തവണ തിരുവനന്തപുരത്ത് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചത്. ആറ്റിങ്ങലിലും തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ ആറ്റിങ്ങലിലും അതിശക്തമായ പോരാട്ടമാണ്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉന്നയിച്ച ഇരട്ട വോട്ട് ആരോപണം ഇന്നലെയും അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്നു. അതിന് ഇന്ന് ജില്ലാ വരണാധികാരി കൂടിയ ജില്ലാ കളക്ടറാണ് മറുപടിയുമായി രംഗത്ത് വന്നത്. ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടില്ല, 1,60,000 വോട്ടുകൾ ഇരട്ട വോട്ടെന്ന
അടൂർ പ്രകാശിന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ജില്ലാ വരണാധികാരി. അവിടെ 500-ൽ പരം വോട്ടുകൾ മാത്രമാണ് സ്ഥലം മാറിപ്പോയവരുടെ അടക്കമുള്ള വോട്ടുകൾ. അതും ഒരാൾ പോലും 2 വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതിനുള്ള ക്രമീകരണങ്ങൾ, ശക്തമായ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ വരണാധികാരി വ്യക്തമാക്കി. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് അടൂർ പ്രകാശ് വീണ്ടും വാർത്താ സമ്മേളനം നടത്തി. കളക്ടർ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഭരണം മാറുമെന്ന ഓർമ്മ കളക്ടർക്ക് വേണം, കളക്ടർക്ക് എന്തു പറ്റിയെന്ന ചോദ്യവുമായാണ് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ആറ്റിങ്ങലിൽ വിജയമുറപ്പെന്ന നിലപാടിലാണ്, കോട്ട തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പുള്ളത്. വി മുരളീധരനും ഇത്തവണ അത്ഭുതങ്ങൾ ആറ്റിങ്ങലിൽ ഉണ്ടാക്കും. ശോഭാ സുരേന്ദ്രൻ 2,48,000 വോട്ട് പിടിച്ചെങ്കിൽ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി ആറ്റിങ്ങലിൽ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസമാണ് വി മുരളീധരൻ BJP ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. തെക്കൻ കേരളത്തിലെ മറ്റൊരു മണ്ഡലമായ കൊല്ലത്ത് UDF ക്യാമ്പ് വളരെ പ്രതീക്ഷയിലാണ്. ഇത്തവണയും അവിടെ NK പ്രേമചന്ദ്രൻ വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇത്തവണ അവിടെ മാറ്റമുണ്ടാകും, മുകേഷിലൂടെ കൊല്ലം പിടിക്കാം എന്ന ഒരു പ്രതീക്ഷ ഇടത് കേന്ദ്രങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ BJPയും അവിടെ നടൻ BJP നേതാവ് കൃഷ്ണകുമാറിലൂടെ അവിടെ രംഗത്തുണ്ട്. പത്തനംതിട്ടയിൽ തികച്ചും അപ്രവചനീയമായ നിലയിലേക്കാണ് അവസാന മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പ് പോരാട്ടം നീങ്ങുന്നത്. സിറ്റിംഗ് MP ആന്റോ ആന്റണി വിജയം സുനിശ്ചിതമെന്ന് പറയുമ്പോഴും തോമസ് ഐസക്കും അതുപോലെ തന്നെ അനിൽ ആന്റണിയും ശക്തമായ വെല്ലുവിളിയുമായി അവിടെ രംഗത്തുണ്ട്. അതായത് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും അപ്രവചനീയമാണ് തെക്കൻ കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു. വൈകിട്ടോടുകൂടി എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട്. ബൂത്തുകൾ ഒരുക്കുന്ന തിരക്കിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ. വിദൂര സ്ഥലങ്ങളിലുള്ള ബൂത്തുകളിൽ പോലും ഇതിനകം പോളിംഗ് സാമഗ്രികൾ പൂർണ്ണമായും എത്തിച്ചു കഴിഞ്ഞ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും പ്രശ്നബാധിത മേഖലകളിൽ വെബ്കാസ്റ്റിംഗും കേന്ദ്രസേനയുടെ അടക്കം വിന്യാസവും സുരക്ഷയുടെ കാര്യങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ നിന്ന് ടോം കുര്യാക്കോസും നമുക്കൊപ്പം ചേരുന്നു. എത്രത്തോളം സജീവമായിരുന്നു ടോം മധ്യകേരളത്തിലും, പ്രത്യേകിച്ച് ശക്തമായ പോരാട്ടം നിൽക്കുന്ന എറണാകുളം അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏത് തരത്തിലായിരുന്നു നിശബ്ദ പ്രചാരണം, വോട്ടുറപ്പിക്കലൊക്കെ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് നടത്തിയത്? അപർണ, വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും UDFന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ മധ്യകേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം. അതായത് എറണാകുളം, കോട്ടയം, ഇടുക്കി, ചാലക്കുടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ UDFന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇതേ മധ്യകേരളത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ LDFന്, അതായത് 19 സീറ്റും UDF തൂത്തുവാരിയപ്പോൾ ആലപ്പുഴ മാത്രം LDFന് നിലനിർത്താൻ കഴിഞ്ഞത്. അത് മധ്യകേരളത്തിലാണ്. ഇത്തവണയും ആലപ്പുഴ നിലനിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ LDF പങ്കുവയ്ക്കുമ്പോൾ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുൻ MP കൂടിയായ KC വേണുഗോപാലിനെ അവിടെ ഇറക്കി, ആലപ്പുഴയിൽ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലയളവ് പരിശോധിച്ചാൽ നമുക്കറിയാം പല വിഷയങ്ങൾ, അതായത് മണിപ്പൂർ വിഷയം, കേരള സ്റ്റോറി, ലവ് ജിഹാദ്, കാർഷിക വിഷയങ്ങൾ, വികസനം അടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും ഒടുവിൽ തൃശൂർ പൂരവിവാദമടക്കം ചർച്ചയായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നമ്മൾ ഇത്തവണ കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ, അതായത് ഇതുവരെയും ഇവിടെ ക്രൈസ്തവ മതവിഭാഗത്തിനേറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഇതുവരെയും കൃത്യമായ നിലപാട് ക്രൈസ്തവ വിഭാഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാന മണിക്കൂറിൽ പോലും BJP ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ ഈ വിവിധ സഭാ നേതൃത്വങ്ങളുമായിട്ടുള്ള ചർച്ച അത് വിവാദമായെങ്കിൽ പോലും അത് BJP വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലം. തൃശ്ശൂരിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ BJPക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസാന മണിക്കൂറുകളിലും സുരേഷ് ഗോപി പാലായിലടക്കം പാലാ ബിഷപ്പിനെ കാണുന്നു, അരുവിത്തുറയിലും മറ്റു വിവിധ പള്ളികളിലും സന്ദർശനം നടത്തുന്നു. ആ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ അവസാന മണിക്കൂറിൽ സ്വന്തമാക്കാനുള്ള ചില നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ
പ്രധാനമായും കോട്ടയം കേരള കോൺഗ്രസുകൾ നേർക്കുനേർ മത്സരിക്കുന്ന കോട്ടയം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട ശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ 2 കേരള കോൺഗ്രസുകൾ നേർക്കുനേർ മത്സരിക്കുമ്പോൾ ഒരു ബലാബല പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ആര് ജയിക്കും എന്നത് കേരള കോൺഗ്രസുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിൽ CPM ഇടതുപക്ഷം വലിയൊരു സ്വാധീനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, വലിയ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ലോ റേഞ്ച് മേഖലയാണ് മൂവാറ്റുപുഴ തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, അതായത് 1,71,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലായിരുന്നു ഡീൻ കുര്യാക്കോസ് അവിടെ വിജയിച്ചതെങ്കിൽ അതേ മികവ് ഇത്തവണ നിലനിർത്താൻ ഡീൻ കുര്യാക്കോസിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഈ ഹൈറേഞ്ച് മേഖലയിൽ ഇടുക്കി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഈ കേരള കോൺഗ്രസിലെ വോട്ടുകൾ UDF-ൽ നിന്നും LDF-ലേക്ക് പോയാൽ അത് ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടാക്കും എന്ന ഒരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. എറണാകുളം ചാലക്കുടി മണ്ഡലം, എറണാകുളത്ത് UDF-ന് വലിയ സ്വാധീനമുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ വിജയിച്ച മണ്ഡലം. ഇത്തവണ ഹൈബിഡിനെതിരെ മത്സരിക്കുന്നത് KJ ഷൈനാണ്. KJ ഷൈൻ ഒരു വനിതാ മുഖമാണ്. വനിതകളുടെ വോട്ട് പരമാവധി സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. പക്ഷേ 2020 സാന്നിധ്യം അത് വലിയ രീതിയിൽ ഹൈബീഡിന്റെ വോട്ട്, പ്രത്യേകിച്ചും ഈ കോസ്റ്റൽ മേഖലയിൽ ഹൈബീഡിന്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കും എന്ന ആശങ്ക UDF ക്യാമ്പിനുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ വിജയ പ്രതീക്ഷ UDF-ന് അവിടെയുണ്ട്. ചാലക്കുടിയിലേക്ക് വന്നാൽ അതിനിർണായകമായിട്ടുള്ള പ്രത്യേകിച്ച് വിവിധ ക്രൈസ്തവ സഭകൾക്ക് വലിയ സ്വാധീനമുള്ള ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ബെന്നി ബെഹ്നാൻ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ 1,30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണെങ്കിൽ പോലും UDF-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ, മാത്രമല്ല യാക്കോബായ സഭയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം പോലും യാക്കോബായ സഭാ നേതൃത്വം പറഞ്ഞു തങ്ങളെ സഹായിച്ചവരെ സഹായിക്കുമെന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന ഒരു വിശ്വാസമാണ്, പ്രതീക്ഷയാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ പുലർത്തുന്നത്. അതോടൊപ്പം 2020 കിഴക്കമ്പലം പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിയമസഭാ മണ്ഡല പരിധിയിൽ 2020 വലിയ രീതിയിൽ വോട്ട് പിടിച്ചാൽ അത് ബെന്നി ബെഹ്നാന്റെ ഭൂരിപക്ഷത്തെ കുറയ്ക്കും. മാത്രമല്ല മത്സരം ആ മണ്ഡലത്തിൽ ചാലക്കുടിയിൽ വലിയ രീതിയിലുള്ള ഒരു തീവ്രമായിട്ടുള്ള മത്സരത്തിന്റെ പ്രതീതി പോലുമുണ്ട്. അതായത് മറ്റ് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണെങ്കിൽ ചാലക്കുടിയിൽ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയാണ് നിലവിലുള്ളത്. ടോം കുര്യാക്കോസ് മധ്യകേരളത്തിൽ നിന്ന് വിശദമായിട്ടുള്ള വിശകലനങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് വടക്കൻ കേരളത്തിലേക്ക്. വീറും വാശിയുമുള്ള ഹെവി വെയിറ്റ് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ വടക്കൻ കേരളത്തിലുണ്ട്. ഉറ്റുനോക്കുകയാണ് ഏത് തരത്തിലുള്ള വിധിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. സജീവമായിട്ടുള്ള പ്രചാരണമായിരുന്നു കഴിഞ്ഞ 1.5 മാസം വടക്കൻ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും കണ്ടത്. വടകരയടക്കം അപ്രതീക്ഷിതമായി തന്നെ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള ട്വിസ്റ്റുകൾ വന്നുകൊണ്ട് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഉയർന്ന മണ്ഡലങ്ങൾ വടക്കൻ കേരളത്തിലുണ്ട്. അനീഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, ഇതുവരെ കണ്ട ആ ആവേശം, ആ വീറും വാശിയുമെല്ലാം നിശബ്ദ പ്രചാരണത്തിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജില്ലയിലെ 28 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. ജില്ലയിലെ എല്ലായിടത്തും പോളിംഗ് സ്റ്റേഷനുകൾ ഇതിനകം ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ തന്നെ ജില്ലയിലെ വിദൂര പ്രദേശങ്ങളിലേക്ക്, മലയോര പ്രദേശങ്ങളിലേക്ക് അടക്കം സാധന സാമഗ്രികൾ എത്തിച്ചിരുന്നു. എന്തായാലും പ്രശ്നബാധിത ബൂത്തുകളടക്കം ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. പ്രത്യേകിച്ചും വടകര മണ്ഡലത്തിന്റെ കീഴിൽ ഈ മാവോയിസ്റ്റ് ബാധിത മേഖലകളടക്കമുള്ള അവിടെ പ്രത്യേക കേന്ദ്ര സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. ഒപ്പം മറ്റ് പാനൂർ പോലെയുള്ള ഇടങ്ങളിൽ ബോംബ് സ്ഫോടനം മറ്റും ഉണ്ടാവുകയും അത്തരം ഇടങ്ങളിൽ നേരത്തെ തന്നെ ചില ഈ തെരഞ്ഞെടുപ്പ് ദിനം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ആരോപണങ്ങളും മറ്റുമൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ഇത്തരമടക്കമുള്ള മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ ആവേശം ഉള്ള ഒരു പോരാട്ടം കണ്ട മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും. 2 MLA-മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന വടകരയും 2 MP-മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കോഴിക്കോടുമൊക്കെ വലിയ പോരാട്ട വീര്യമാണ് പ്രചരണ കാലത്ത് കണ്ടത്. കൊട്ടിക്കലാശത്തിലും ഈ അതേ ആവേശം കാണുകയും ചെയ്തിരുന്നു. പരസ്പരം വാഗ്വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും KK ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും അതിന് പിന്നീട് ഷാഫി മറുപടി പറയുകയും പിന്നീട് ഷാഫിയും ടീച്ചർക്കെതിരെ തന്നെ കേസ് നൽകുന്ന അല്ലെങ്കിൽ DGPക്ക് പരാതി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ
നീങ്ങുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശ ദിവസവും തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ശ്രമം നടത്തി എന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും വടകര മണ്ഡലത്തിലെ 2 സ്ഥാനാർത്ഥികൾക്കും ഈ മണ്ഡലത്തിൽ വോട്ടില്ല. അവർ മട്ടന്നൂരും പാലക്കാടുമാണ് വോട്ട് ചെയ്തത്. സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ശേഷമാവും അവർ വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ, പോളിംഗ് ബൂത്തുകൾ കാണാനായി എത്തുക. കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 2 എംപിമാരാണ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും എംപിമാരാണ് അവിടെ ജനവിധി തേടുന്നത്. അവർക്ക് 2 പേർക്കും കോഴിക്കോട് തന്നെ വോട്ടുള്ളവരാണ്. അവർ രാവിലെ വോട്ടവകാശം വിനിയോഗിച്ച ശേഷം തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ സന്ദർശിക്കാനായി പോകും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ജില്ലയിലാണ് വോട്ടുള്ളത്. അത്തോളിയിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. എന്തായാലും വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം അവിടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാവും വയനാട് മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകും. എന്തായാലും മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം ഏത് രീതിയിലാവും ഇത്തവണത്തെ വോട്ട് പ്രതിഫലിക്കുക എന്ന വലിയ ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സമസ്തയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ അത് ഏത് ഭാഗത്തിന് അനുകൂലമായി മാറും. ദേശീയ പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണ രംഗത്ത് ഇരു മുന്നണികളും ഈ മലബാറിലെ സീറ്റുകളിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് കോഴിക്കോട്, വടകര, കാസർഗോഡ്, മലപ്പുറം, പൊന്നാനി സീറ്റുകളിലെ ഫലം ഏത് രീതിയിലാവും എന്നത് വലിയ കൗതുകത്തോടെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും ഉറ്റുനോക്കുന്നത്. എന്തായാലും മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെടുപ്പിനായി ജില്ലയിലും ഈ സമീപ പ്രദേശങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സജ്ജീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു. കേരളം വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 88 ലോക്സഭാ മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുക. കേരളത്തിലെ 20 പുറമെ കർണാടകത്തിലെ 14, രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലും 2ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും 8 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും നാളെ വിധിയെഴുതും. BJPയിൽ ചേരാനിരുന്ന CPM ഉന്നത നേതാവ് EP ജയരാജൻ എന്ന് ശോഭാ സുരേന്ദ്രൻ. അവസാന നിമിഷം പിന്മാറിയത് എന്തുകൊണ്ടെന്ന് ജയരാജൻ തന്നെ പറയട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ. എറണാകുളത്ത് വെച്ചാണ് ജയരാജന്റെ മകനെ കണ്ടത്. EP ജയരാജന്റെ മകൻ അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും ശോഭാ സുരേന്ദ്രൻ കാണിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. തന്നെയും EP ജയരാജനെയും കാണാൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്നെന്ന് ദലാൽ നന്ദകുമാറും ആരോപിച്ചു. പിണറായിയുടെ രക്ഷകനായാണ് EP എത്തിയത്. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തി. എന്റെ സാന്നിധ്യത്തിൽ ജാവ്ദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. EP ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയന്റെ വീട്ടിലെ SNC ലാബിലിന് അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെന്റെ ഉറപ്പല്ല, എന്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് EP-ക്ക് ഉറപ്പ് തരും. EP ജയരാജന് ഗവർണർ സ്ഥാനം പറഞ്ഞുറപ്പിച്ചതാണെന്നും CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ EP പിൻവലിഞ്ഞതായും K സുധാകരനും ആരോപിച്ചു. കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാകരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. BJPയിൽ ചേരാൻ ചെന്നൈ വരെ പോയത് സുധാകരനാണെന്ന് EP ജയരാജൻ തിരിച്ചടിച്ചു. BJPക്കെതിരെ പൊരുതി വന്നയാളാണ് താനെന്നും സുധാകരനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും EP പറഞ്ഞു. അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള RSS BJP പോളിംഗിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, വിശകലനങ്ങളുമായി മനു ഭരത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രതികരണം വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചത്. EP ജയരാജൻ BJPയിൽ ചേരാൻ നീക്കം നടത്തി എന്നായിരുന്നു K സുധാകരന്റെ ആരോപണം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ CPM നേതാവ് അത് EP ജയരാജനാണ് എന്നാണ് K സുധാകരൻ വ്യക്തമാക്കിയത്. K സുധാകരന്റെ ആരോപണം വലിയ രാഷ്ട്രീയ അലയടികൾക്കാണ് വഴിവെച്ചത്. EP ജയരാജൻ ഇതിനോട് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ EP ജയരാജൻ തയ്യാറായി. ഉച്ചയോടുകൂടി അദ്ദേഹം
വീട്ടിലെത്തി മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ കെ സുധാകരൻ്റേത് വളരെ അപക്വമായ ഒരു ആരോപണമാണ്. അത് പരാജയ ഭീതിയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. BJPയും UDFും സംസ്ഥാനത്ത് പരാജയപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഭീതിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതികരണമാണ് ഇത് എന്നാണ് EP ജയരാജൻ വ്യക്തമാക്കിയത്. തനിക്ക് ശോഭാ സുരേന്ദ്രനുമായി യാതൊരു പരിചയവുമില്ല എന്ന് EP ജയരാജൻ വ്യക്തമാക്കി. മാത്രവുമല്ല TG നന്ദകുമാറിനെ തനിക്ക് അറിയുകയുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടതിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് EP ജയരാജൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായി തന്നെ കൂട്ടിച്ചേർത്തുള്ള കാര്യങ്ങൾ പറയുന്നത് വളരെ തരംതാണ ഒരു രീതിയാണ് എന്നാണ് EP ജയരാജന്റെ ആക്ഷേപം. മനു ഭരതിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഏതായാലും ഉറപ്പാണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കും എങ്കിലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ വീണ്ടും മറുപടികൾ ഉണ്ടാകാതിരിക്കുകയില്ല. ഇനിയുള്ള മണിക്കൂറുകൾ അതിനു കൂടിയായിരിക്കും സാക്ഷ്യം വഹിക്കുക. പൂർണ്ണമാകുന്നു ഇന്നത്തെ തെരയിളക്കം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ്. Please vote